വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. സ്ട്രോബെറി പുഡിങ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വായിലിട്ട അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ കഷ്ണങ്ങളെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിയുടെ ആ ഒരു പുളിപ്പ് അതേപോലെ തന്നെ വേണമെന്നുള്ളവർക്ക് ഈ പഞ്ചസാര ആഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ട്രോബെറി ഫ്രഷ് ആയിട്ട് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് സ്ട്രോബെറി ക്രഷ് പോലെ ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്രഷ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് ഇതിൽ വെള്ളം ഫുൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും സ്ട്രോബെറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 100 ഗ്രാം പാർലിജി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ക്രഷ് ചെയ്ത് എടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബട്ടർ ചേർക്കുന്നില്ല. നമുക്കിനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗള് 1 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം ആയാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരത്തുള്ളൂ. ഇനി നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നിങ്ങൾ ഏത് ബ്രാൻഡ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഇന്നൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം അൺസ്വീറ്റൻഡ് ആയിട്ടുള്ളതായിരുന്നു. അതായത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആയിരുന്നു. അത് കാരണം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീമിൽ മധുരമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ ഒട്ടും തന്നെ മധുരം ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര പൊടിച്ചത് ഞാൻ ഒറ്റ ട്രിപ്പിലല്ല ചേർത്ത് കൊടുക്കുന്നത്, 3 ട്രിപ്പായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തപ്പോൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിരുന്നു കേട്ടോ. മധുരം ഒട്ടും കൂടിയിട്ടുമില്ല, എന്നാൽ ഒട്ടും കുറഞ്ഞിട്ടുമില്ല. ആവശ്യത്തിനുള്ള മധുരമാണ് ഈ ഒരു അളവിൽ പഞ്ചസാര എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ഒരുപാട് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളൊരു പുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് മധുരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മട്ടച്ചു പോകും അല്ലേ. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ സമയം എടുത്താലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നീളത്തിലുള്ള ഒരു ഗ്ലാസ് ജാറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സെർവിങ് മഗ്ഗോ അല്ലെങ്കിൽ സെർവിങ് ഗ്ലാസ്സോ നമുക്ക് എടുക്കാം. ഇനി നമ്മളിത് ലെയറായിട്ടാണ് ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ലെയറായിട്ട് ഞാനിവിടെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ ക്രഷ് ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 സ്പൂൺ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ അടുത്ത ലെയറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്റ്റിഫായിട്ടൊന്നും വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു റണ്ണി കൺസിസ്റ്റൻസി ആയാലും മതി. 1-2 സ്പൂൺ വിപ്പിംഗ് ക്രീം നമുക്ക് അടുത്ത ലെയറായിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ ഞാൻ വീണ്ടും സ്ട്രോബെറി ക്രഷ് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ നല്ല ലെയറായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല പല സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ലെയറിന് എത്രമാത്രം കട്ടി വേണോ അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഒരു ഗ്ലാസ് ജാർ എത്രത്തോളം ഡീപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം വൈഡാണ് അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇനി അതിൻ്റെ മീതെ ഞാൻ വീണ്ടും കുറച്ച് സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രോബെറി ക്രഷ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിലെ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വറ്റിച്ച് കൊടുക്കാതെ നമ്മൾ ചേർക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ലെയേഴ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇന്ന ഓർഡറിനൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഈ പുഡിങ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് റിച്ചുമായിരിക്കും. വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ പിസ്ത അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് പാലും ഉപയോഗിച്ചിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി കസ്റ്റാർഡ് മിക്സും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലിനകത്ത് കുറച്ച് കോൺഫ്ലവറും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ പുഡിങ് അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ 1 സ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രയും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഓൾറെഡി തണുപ്പിച്ചതിന് ശേഷമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അത് കാരണം തന്നെ ഈ ഡെസേർട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് അപ്പം തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ വാലന്റൈനെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഈ ഒരു പുഡിങ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ പുഡിങ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള സജഷൻസൊക്കെ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു ഡൈൻ വിത്ത് ആൻ. വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.